Hi, welcome back to Excel Skill Corner. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് how to upload GST 3B in GST portal. GST പോർട്ടൽ എങ്ങനെയാണ് GST 3B അപ്ലോഡ് ചെയ്യുന്നത്? എന്താണ് GST 3B? GST 3B എന്ന് പറയുന്നത് ഒരു കൺസോളിഡേഷൻ റിട്ടേൺ ഫയലിംഗ് ആണ്. അതായത് നമ്മൾ GSTR 1ഉം അതുപോലെ GSTR 2ഉം നമ്മൾ പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. അതായത് ജൂലൈയിലെ റിട്ടേൺ പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ട് നമ്മളിവിടെ GST 3B എന്ന് പറഞ്ഞിട്ടൊരു റിട്ടേൺ ഫയലിംഗ് ഓഗസ്റ്റ് 20നും അതുപോലെ സെപ്റ്റംബർ 20നും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇത് എങ്ങനെയാണ് നമ്മൾ GST പോർട്ടൽ അപ്ലോഡ് ചെയ്യുന്നത് കാണാം. അതായത് GST പോർട്ടൽ വന്നു കഴിഞ്ഞാൽ GST പോർട്ടൽ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്കിവിടെ അപ്ലോഡ് ചെയ്യേണ്ടത് നമ്മുടെ സെയിൽസ് അതുപോലെ പർച്ചേസ് ഇതിൻ്റെ ഡീറ്റെയിൽസാണ് നമുക്കിവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് അപ്ലോഡ് ചെയ്ത് മാനുവലി പ്രിപ്പയർ ചെയ്യണത്. അത് നമ്മൾ ചെയ്യേണ്ടത് സർവീസസിൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺസിൽ വരാം. റിട്ടേൺ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്ക്രീൻ നാവിഗേറ്റ് ചെയ്യും. ഈ സ്ക്രീനിൽ നമുക്കിവിടെ നമ്മുടെ ഫിനാൻഷ്യൽ ഇയറും അതുപോലെ തന്നെ നമ്മുടെ റിട്ടേൺ ഫയലിംഗ് പീരീഡ് ഏതാണോ അതിവിടെ സെലക്ട് ചെയ്യാം. ഇവിടെ സെർച്ച് ചെയ്ത ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതിൻ്റെ എവിടെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസ് വരും. അതായത് ഇപ്പോൾ GSTR 1 അതുപോലെ GSTR 2A പിന്നെ GST 3B. GST 3Bയിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പ്രിപ്പയർ ഓൺലൈൻ എന്ന് പറഞ്ഞ ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ഏതൊക്കെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ സ്ക്രീനിലേക്ക് എത്തും. ഇവിടെ നമുക്ക് കാണാം ഇവിടെ ഒരു 6 ടൈലുണ്ട്. അതായത് 3.1, 3.2, 4, 5, 5.1, 6. 3.1 എന്ന് പറയുന്നത് നമ്മൾ ടാക്സ് ഔട്ട്വേർഡ് സപ്ലൈസ് ആണ്. അതായത് നമ്മൾ എന്തൊക്കെ സെയിൽ ചെയ്തോ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് കോളത്തിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടത് നമ്മൾ സാധാരണ സെയിൽസ് അതർ ദാൻ 0 റേറ്റഡ് ആൻഡ് നിൽ റേറ്റഡ് എക്സംപ്റ്റഡ് അതിൻ്റെ വാല്യൂ ആണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ബിയിൽ ഔട്ട്വേർഡ് ടാക്സ് സപ്ലൈസ് പിന്നെ അതർ ഔട്ട്വേർഡ് സപ്ലൈസ് നിൽ റേറ്റഡ് എക്സംപ്റ്റഡ് അത് അപ്ഡേറ്റ് ചെയ്യണം. പിന്നെ ഉള്ളത് ഇൻവേർട്ട് സപ്ലൈസ്, അതായത് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള അൺരജിസ്റ്റർഡ് ഡീലറിന് പർച്ചേസ് ചെയ്തിട്ടുള്ള ഐറ്റംസിന് റിവേഴ്സ് ചാർജ് ആപ്ലിക്കബിൾ ആണ്. അതും ഇവിടെ അപ്ഡേറ്റ് ചെയ്യണം. നോൺ GST ഔട്ട്വേർഡ് എന്ന് പറയുന്നത് നമ്മൾ വല്ല പെട്രോളിയം ആൽക്കഹോളിക് സെയിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ നോൺ GST ഔട്ട്വേർഡിൽ നമ്മൾ സപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ GST 3Bയിൽ അടുത്ത ഓപ്ഷൻ പറഞ്ഞത് 3.2, അതായത് ഇൻഡർസ്റ്റേറ്റ് സപ്ലൈസ്. ഇൻഡർസ്റ്റേറ്റ് സപ്ലൈസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ അൺരജിസ്റ്റേർഡ് പേഴ്സണോ അല്ലെങ്കിൽ കോമ്പോസിഷൻ ഡീലർക്കോ നമ്മൾ സപ്ലൈ ചെയ്യണതാണ് 3.2ൽ അപ്ഡേറ്റ് ചെയ്ത്. അതായത് നമ്മൾ ഏതെങ്കിലും പുറത്തെ സ്റ്റേറ്റിലേക്ക് ഇപ്പോൾ തമിഴ്നാട്ടിലേക്കൊക്കെ സപ്ലൈ ചെയ്യണമെങ്കിൽ അത് അൺരജിസ്റ്റേർഡ് ഡീലർ ആണെങ്കിൽ അല്ലെങ്കിൽ കോമ്പോസിഷൻ ഡീലർ ആണെങ്കിൽ അവർ അപ്ഡേറ്റ് ചെയ്യേണ്ട ടാബാണ് 3.2. ഇവിടെ നമുക്ക് മാനുവലി ഓരോരുത്തരെ ഇതിൽ എത്ര വേണമെങ്കിലും പ്ലേസ് ഓഫ് സപ്ലൈ അല്ലെങ്കിൽ പല സപ്ലൈ ഉണ്ടെങ്കിലും 1 by 1 ആയിട്ട് ചെയ്യണം. ഇപ്പോൾ 10 സ്റ്റേറ്റിലേക്ക് ഇതിനും 10 സ്റ്റേറ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് ഇത് നമ്മൾ വീണ്ടും GST 3Bയിലേക്ക് വന്നു കഴിഞ്ഞാൽ എലിജിബിൾ ITC കഴിഞ്ഞാൽ എലിജിബിൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. നമുക്ക് ഏതൊക്കെയാണ് ടാക്സ് ക്രെഡിറ്റ് കിട്ടുന്നത്? ഇപ്പോൾ ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ്, ഇമ്പോർട്ട് ഓഫ് സർവീസ്, അതേപോലെ തന്നെ ഇൻവേർട്ട് ലൈബിൾ ടു റിവേഴ്സ് ചാർജ് അതർ ദാൻ 1 and above. അതുപോലെ തന്നെ പിന്നെ ഫോർത്ത് പോയിന്റ് പറഞ്ഞാൽ ഇൻവേർട്ട് സപ്ലൈസ് ഓഫ് IST, അതായത് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറുടെ പറഞ്ഞത്. ഓൾ അതർ ITC ഉദ്ദേശിച്ച് നമ്മൾ സാധാരണ പർച്ചേസാണ്. ഈ പർച്ചേസിൽ പറഞ്ഞ ടാക്സിബിൾ എമൗണ്ടും അതിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റും IGSTയും CGSTയും അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ITC റിവേഴ്സ്ഡ്, അതായത് 1ൽ പറഞ്ഞ 42 and 43 എന്ന് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിന് എടുക്കുന്ന പല പ്രൊഡക്റ്റ് ഉണ്ടെങ്കിലും അതിൻ്റെ നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്യണം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഓപ്ഷൻ പറഞ്ഞാൽ നമ്മുടെ എക്സംഷൻ ആൻഡ് നോൺ GST ഇൻവേർട്ട് സപ്ലൈസ്. ഏതെങ്കിലും നമ്മൾ ഫ്രം എ സപ്ലയർ അണ്ടർ കോമ്പൻസേഷൻ സ്കീമിന് അല്ലെങ്കിൽ നിൽ റേറ്റഡ് എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെ അപ്ഡേറ്റ് ചെയ്യാം. ഫോർത്ത് പോയിന്റിൽ അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ 5.1 എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ലൈറ്റ് ഫീസുകളുണ്ടെങ്കിൽ നമുക്കിവിടെ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ GST 3Bയിൽ നെക്സ്റ്റ് പറഞ്ഞത് പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. അത് നമുക്ക് ഇതുവരെ ഓപ്ഷൻ ആയിട്ടില്ല, അത് നമ്മുടെ ലാസ്റ്റ് മൊമെൻറ്റിലാണ് വരിക. ഇത്രയും കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ കാണാം യു ക്യാൻ ഫിൽ ആൻഡ് സേവ് ദി ഫോം നൗ ആൻഡ് യു ക്യാൻ ഓൾസോ ഡെപ്പോസിറ്റ് ക്യാഷ് ബൈ പേയ്മെൻറ്റ് ഫെസിലിറ്റേറ്റർ പോർട്ടൽ. നമുക്ക് വേണമെങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യാം. ഫെസിലിറ്റി ഫോർ സെറ്റിംഗ് ഓഫ് പേയ്മെൻറ്റ് അഗേൻസ്റ്റ് ലയബിലിറ്റി വിൽ ബി കമ്മിങ് സൂൺ. അത് നമുക്ക് അതിൻ്റെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഇത് ക്ലിക്ക് ചെയ്തിട്ട് സേവ് GST 3B ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫയൽ അപ്ഡേറ്റ് ആവും. ഇത്രയും പ്രോസസ്സ് ചെയ്യാൻ നമുക്ക് കുറച്ച് ടൈം എടുക്കും, അതായത് നമുക്ക് കുറച്ച് സമയം എടുക്കാറുണ്ട്. ഇതിനെ നമുക്ക് കുറച്ച് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് ടാലിയിൽ പുതിയ റിലീസ് വന്നിട്ട് 6.3 റിലീസ് ഓപ്ഷൻ ഉണ്ട്. 6.3 നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മുടെ ടാലി ഓപ്ഷനിൽ 6.303 റിലീസ് അപ്ഡേറ്റ് ചെയ്തെന്ന് ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാം. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഫയൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. ഡിസ്പ്ലേയിൽ വന്നു കഴിഞ്ഞാൽ
നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സ് എടുക്കുക. സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സിൽ GST ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ GSTR 1, 2 ആൻഡ് GST 3B എന്നൊരു ഓപ്ഷൻ കൂടി കാണാം. GST 3B ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്തൊക്കെയാണ് മുമ്പ് കണ്ട പോലെ ടേബിൾ 3.1, 3.2, 4, 5 ഇതിൽ എന്തൊക്കെ എൻട്രീസ് ഉണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ടാവും. നമുക്ക് ഏതൊക്കെയാണ് എൻട്രി അപ്ഡേറ്റ് ചെയ്യേണ്ടത് അതെല്ലാം ഇവിടെ കാണാം. അതായത് ഔട്ട്വേർഡ് സപ്ലൈസും അതുപോലെ ഇൻവേർഡ് സപ്ലൈസ് ഡീറ്റെയിൽസും ഇതെല്ലാം ഇവിടെ നമുക്കിപ്പോൾ റിവേഴ്സ് ചാർജ് ഉണ്ടെങ്കിൽ അതും ഇവിടെ കാണാം. റിവേഴ്സ് ചാർജ് നിങ്ങൾക്ക് അൺറൈസ്ഡ് ഇത് വരണമെങ്കിൽ നമ്മളിവിടെ സ്റ്റാറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. ഇതിനായിട്ട് നമ്മൾ പഴയ വീഡിയോ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് സ്റ്റാറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്നത് കാണാൻ സാധിക്കും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ 3.2ൽ നമുക്ക് ഇവിടെ നമ്മുടെ പർച്ചേസ് സെയിൽസ് കാണിക്കും. അതായത് അൺരജിസ്റ്റേർഡ് ഡീലർക്കും കോമ്പൻസേഷൻ ഡീലർക്ക് കൊടുത്ത സെയിൽസ് ഉണ്ടാവും. പിന്നെ നമ്മുടെ നെറ്റ് ITC അതായത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എത്രയാണോ അതും കൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇത്രയും ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കായിട്ട് GST 3Bയിൽ വരും. GST 3Bയിൽ നമുക്ക് എങ്ങനെ ഫോമിലേക്ക് കൊണ്ടുവരണമെങ്കിൽ പ്രിൻറ്റ് റിട്ടേൺ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ പ്രിൻറ്റ് കൊടുക്കുക എസ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു PDF ഫയലായിട്ട് ഇവിടെ ജനറേറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ PDF ഫയൽ എന്തെങ്കിലും നെയിം കൊടുത്തു കഴിഞ്ഞാൽ GST 3B എന്തെങ്കിലും പേര് കൊടുക്കുക. ഇവിടെ പേര് അപ്ഡേറ്റ് ചെയ്യുക, സേവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ഒരു PDF ഫയൽ ഇവിടെ അപ്ഡേറ്റ് ആവും. ഇനി ഇവിടെ നമ്മൾ ഫോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം നമുക്ക് ഇവിടെ നമ്മുടെ GST നമ്പർ ഉണ്ടാവും, നമ്മുടെ ഫേമിൻ്റെ പേരുണ്ടാവും. അതേപോലെ തന്നെ ഔട്ട്വേർഡ് സപ്ലൈ എത്രയാണോ അതിൻ്റെ എമൗണ്ട് എത്രയാണോ ഇത് നമ്മൾ മുമ്പ് കണ്ട അതേ കോളത്തിൽ സ്റ്റേറ്റ് വരെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് വളരെ ഈസി ആയിട്ട് തന്നെ GST 3B ഫോം നമുക്ക് വളരെ സുഖമായിട്ട് ടാലിയാണ് നിങ്ങൾ കൈകാര്യം ചെയ്യണമെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് 10 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് GST 3B ഫോം നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. സോ ഇപ്പോൾ തന്നെ നിങ്ങൾ അതിനുള്ള പ്രിപ്പറേഷൻ ചെയ്യുക. കാരണം നമുക്ക് ലാസ്റ്റ് മൂവ്മെൻറ്റിൽ വളരെ ടൈറ്റ് മൂവ്മെൻ്റ് ആവും. August 20th അതുപോലെ സെപ്റ്റംബർ ആകുമ്പോൾ ഒരുപാട് ഹോളിഡേയ്സ് വന്നാണ്. അപ്പോൾ ഇതിനിപ്പോഴേ നിങ്ങൾ ഇതിനെ പ്രിപ്പയർ ചെയ്തിട്ട് സേവ് ചെയ്തിട്ട് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് GST 3B അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ കൂടുതൽ വീഡിയോസിന് വേണ്ടി നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ GSTയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമ്മുടെ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ കൂടുതൽ GSTയെ കുറിച്ച് കൂടുതൽ ടിപ്സുകളും നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ബൈ, സി.